യൂട്യൂബ് ചാനൽ. സോ ഇതെൻ്റെ ഒരു ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ആൻഡ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നന്ദന എന്നാണ്. ആൻഡ് ഇപ്പം ഞാനിവിടെ അയർലൻഡിലാണ്, ഡബ്ലിനിലാണ് ഉള്ളത്. മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രിഫിത്ത് കോളേജിലാണ്. അപ്പം ഞാൻ ഈ സെപ്റ്റംബർ ഇൻടേക്ക് ആയിരുന്നു. ആൻഡ് ഇനി എന്താ എന്നെ പറ്റി പറയാനുള്ളത്? ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ഡേ ഔട്ട് വ്ളോഗായിരിക്കും. ഞാനും അഞ്ജന ചേച്ചിയും ജയശ്രീ ചേച്ചിയും ജാനും കൂടി പുറത്ത്, ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ റൂംമേറ്റ്സ്. അപ്പം ഇവരൊക്കെ തന്നെയായിരിക്കും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുന്നതും. അപ്പം ഞങ്ങൾ പുറത്ത് പോവാണ്. ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, നാട്ടിൽ പോവുകയാണ് അവരപ്പോൾ അതിന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഓരോ ആഴ്ചയും പുതിയ പുതിയ സാധനങ്ങൾ വരും. അപ്പോൾ ഞങ്ങളത് മേടിക്കാൻ പോകും. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇല്ല, പക്ഷേ ഇവിടെ ഇല്ല. അതെ, ജയശ്രീ ചേച്ചിക്ക് എന്തിനാ പ്രീ വെഡിങ് ഷൂട്ടിനുള്ള ഡ്രസ്സല്ലേ? പ്രീ വെഡിങ്ങിനുള്ള ഡ്രസ്സ് എടുക്കാം. എന്നെ ഭീഷണിപ്പെടുത്തല്ലേ? ചേച്ചീൻ്റെ കല്യാണമാണ്, എല്ലാവരും വരണം. അടുത്ത മാസമല്ല, ജാനുവരി 19 അവിടെ വെച്ചിട്ട് രാജധാനി ഓഡിറ്റോറിയം അല്ലേ? ആലപ്പുഴ രാജധാനിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കല്യാണം എൻ്റെ കല്യാണമെന്ന് ആരാ പറയാൻ പറഞ്ഞതൊക്കെ. പ്രായം തോന്നില്ലെങ്കിലും എനിക്ക് നല്ല പ്രായമുണ്ട്. ഹസ്ബൻഡിന് എന്ത് കണ്ടാലും ഹസ്ബൻഡ് ആയിട്ടില്ലല്ലോ ഇന്ന്. എൻ്റെ ഹസ്ബൻഡ് എന്തേലും വേണോ? വീഡിയോ എടുത്ത് എന്നെ കാണിച്ചു. ഉറപ്പല്ലേ? ഇതിട്ടില്ലെങ്കിൽ അയറെന്നാന്ന് പറയില്ല. ട്രെൻഡ് എപ്പോഴും ട്രെൻഡ്. ഗേൾസ് ഇത് ഞാൻ എടുക്കണോ വേണ്ടത്? എവിടെയാ വന്നേ? എൻ്റെ കട അല്ല, നന്ദൂസ്.
നന്ദു ചിക്കൻ അല്ലേ? നന്ദു ചിക്കനോ? ചിക്കൻ കടയുണ്ട് നാട്ടിലല്ലേ, ഇവിടെ ഇല്ലല്ലോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഓക്കെ, അറിയാത്ത ആൾക്കാർക്ക് പെരി പെരി ചിക്കൻ ആണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം എനിക്കറിയത്തില്ല. ഒരു മാസം നാട്ടിലായിരുന്നല്ലോ, ഇവിടെ എന്ത് മാറ്റം? 1.5 മാസം കൊണ്ട് എന്തോടെ മാറ്റം വന്നേന്ന് ബ്ലോഗർ ജാനിന് അറിയാൻ പാടില്ല. അല്ല 1.5 ഞാൻ ഇവിടെ നമ്മളിന്നിവിടെ മേടിച്ചേക്കുന്നത് ഇത് ഭയങ്കര ഇതായിപ്പോ. ഇന്ന് എന്തൊക്കെയാണെന്നറിയാം, നമ്മളിന്ന് ഫുൾ പ്ലാറ്റർ അല്ല ഓൾ പ്ലാറ്ററാണ് മേടിച്ചേക്കുന്നത്. നമ്മളിന്നിവിടെ മേടിച്ചേക്കുന്നത് ഓൾ പ്ലാറ്ററാണ്. സോ അതിൽ വരുന്നത് ഹോൾ ചിക്കനാണ്. ഇപ്പോൾ ഇത് പെരി പെരി ചിക്കൻ, അതിൻ്റെ കൂടെ 4 റെഗുലർ സൈഡ്സാണ് വരുന്നത്. ഓക്കെ, ചിപ്സ്, ഗാർലിക് ബ്രെഡ്, ഇത് റെയിൻബോ എന്തോ സാധനം, റെയിൻബോ സ്ലോ സ്ലോ പേര് കണ്ട് മേടിച്ച. പിന്നെ കോൺ, ഇത്രയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ 2 ഡ്രിങ്ക് എന്നുവെച്ചാൽ കോക്കും സ്പ്രൈറ്റും. ഐസ് വേണ്ടായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. ഓറഞ്ച് പാൻറ് ഇല്ലേ, എന്താ മഞ്ഞ പാൻറ്റാണ്? അത് ഓറഞ്ചാണ് കൊണ്ടുമ്പോൾ മഞ്ഞല്ലേ? ഇവിടുത്തെ ഓറഞ്ച് പാൻറ് ഇങ്ങനെയാണ്. നോർമൽ അവിടെ ഒരു സ്ട്രോ എടുത്തിട്ട് വരും, 4 സ്ട്രോ. ഡ്രിങ്ക് അല്ലേ? ഞാൻ രീ കിട്ടിയത് മാറ്റി മുടുങ്ങോ അല്ല കറക്റ്റ് വന്നേക്കുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. അടിക്ക് കഴിക്കുന്നോണ്ട് തന്നെ തീർന്നോ? എനിക്കൊരു സ്നാക്സ് കഴിച്ച പ്രതീതിയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ചിക്കൻ വയറ് നിറഞ്ഞോന്ന് വെച്ചാൽ എനിക്ക് നിറഞ്ഞോന്നില്ല. എനിക്കൊരു 3 മണിക്കാണ് കഴിക്കാൻ കയറിയത്. സോ ഒരു ടീ സ്നാക്സിൻ്റെ ഒരു എനിക്ക് ഫുൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദനയാണ് ഫുഡ് കിട്ടാത്തതുകൊണ്ട്. സോ കഴിച്ചപ്പോൾ ഓക്കെ. ഒരു ബിരിയാണി തിന്ന് പെരുന്നാളിനൊക്കെ പോകുന്ന പോലെ തിന്ന് എപ്പോഴും തിന്നും. അതുകൊണ്ട് ഇപ്പോൾ തിന്നാൻ കിട്ടുന്നില്ല. എനിക്ക് ഡയറ്റ് കോക്ക് ഇറങ്ങിയപ്പോൾ ഒരാളിത് ജാക്കറ്റിൽ സിപ്പ് ഒടുങ്ങിയെന്നും പറഞ്ഞ് അവിടെ നിൽപ്പായിരുന്നു. അങ്ങനെ ജാൻ അതെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ശരിയാക്കി കൊടുത്തു. നെക്സ്റ്റ് ഞങ്ങൾ സൂപ്പർ ഏഷ്യ എന്ന് പറയുന്ന ഒരു കൊറിയൻ സ്റ്റോറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അഞ്ജന ചേച്ചിക്ക് അവിടുന്ന് മോച്ചി എന്ന് പറയുന്ന ഒരു സ്വീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ നോക്കി അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ വളവള പറഞ്ഞ് കുറേ കൊറിയൻ ഫുഡ് ഐറ്റംസ്, സ്വീറ്റ്സ്, ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്ത ഒരു സാധനം അവിടുത്തെ ലേസായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് എത്തിയതിൻ്റെ ശേഷം അവിടെ നിന്ന് ലേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലേസ് കണ്ട സന്തോഷത്തിൽ ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നു. കുക്കുംബർ ഫ്ലേവറിലുള്ള ലേസൊക്കെയാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ വാങ്ങാനൊന്നും നിന്നില്ല. ഞങ്ങൾ ഒരു മോച്ചി എടുത്ത് ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഇതേ ഒരു ഇതിൽ ഫുൾ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ വാളുകളൊക്കെ വെച്ച് ബ്രൂസ്ലിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയായിരുന്നു, അത് ബ്രൂസ്ലി ലാസ്റ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാളുകളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് വളവളാ സംസാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നെ തോന്നി അവിടെ നിന്നിട്ടൊരു കാര്യമില്ല തോന്നിയപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി. അടുത്ത സ്ഥലം ഒരു ടോയ് സ്റ്റോറായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു എല്ലാവർക്കും. എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇവിടെ മേടിക്കാൻ ഓ 2 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിൽ കിട്ടില്ലേ സാധനം? എനിക്കറിഞ്ഞൂടെ ചെയ്യാൻ.
ഞാൻ ചെയ്യും എനിക്കറിയാം. അറിയോ? സ്റ്റേറ്റ് ലെവൽ പ്ലെയർ അത്. അതെ. അറിയാം. സോറി, ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഞാനില്ലേ, നമ്മളില്ലേ എന്താണ് ഗെയിം? മറ്റേ ഡെക്കാത്തനോട് വന്ന പോലെ അത് പൊട്ടിച്ച് കാശ് കൊടുക്കാൻ നമ്മുടെ ഇല്ല. അവളുടെ ഉണ്ട്. നിനക്ക് എന്താണ്? ഒന്ന് വീണയുമ്പോ ശരിയായി കൊടുക്കും. This is the moment I realized I fucked up. നിനക്ക് ഇതാ മിക്കവാറും ഇറങ്ങിപ്പോ. കവറവിടെ ഉണ്ട്. നീ അവിടെ നിന്ന് പറഞ്ഞ ലിഫ്റ്റ് ലിഫ്റ്റ് കുഞ്ഞു കരയുന്ന കേട്ടോ. ഇങ്ങനെയാണോ കരയാ? ഞാൻ ഡൈനോസറിന്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിഞ്ഞൂടാ. ഇത് അച്ചുക്കറായിട്ടാ ഞാൻ വന്നത്. കൊച്ചിനെ പിടിച്ചോണ്ട് കുഞ്ഞെ കൊച്ചു മാത്രമേ ജയശ്രീ. ഓ മൈ ഗോഡ്. എന്താടി ചെയ്തേ? ഒന്നും ചെയ്യണ്ട. ഇന്റർവ്യൂല് അടിപൊളിയായിരിക്കും. എനിക്ക് പെറ്റായിട്ട് വിളിക്കുന്നു. ബാബ സുരേഷ്, വാവഞ്ച്, ക്യാമറമാൻ നന്ദന. ഇതിങ്ങനെ പിടിച്ചത്, ഇതിന് എക്സ്പീരിയൻസ് പറയും. ഇത് എവിടുന്നാണ് പിടിച്ചത്? ഇത് ഞങ്ങള് ആക്ച്വലി ഇവിടത്തെ ഒരു ഫോറസ്റ്റിൽ പോയിട്ട് പിടിച്ചതാ. പിടിക്കാൻ പാടില്ല. ആണോ? സോറി, തെറ്റി പോയി. വാലാണോ കയ്യില്? ഞങ്ങളിത് മേടിച്ചതാ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ചീറ്റി കളിക്കും. പാവാ. പേരെന്താ? പേര് ജാനകി. പട്ടിന്നാണോ എന്താ? ജാനകി എന്നല്ലേ പേര്? ഇത് ഏത്? അയ്യോ ഇവളേതാ? സോ ദിസ് ഇസ് മൈ പെറ്റ്. ഇടയ്ക്ക് ഞാൻ ഇതില് അൽഫാമൊക്കെ കൊടുക്കും. വെജിറ്റേറിയൻ, നോൺ വെജ്. ഇവിടെ കഴിച്ച ബാക്കി എല്ലാണോ കൊടുക്കുക? എല്ലല്ല, വിത്ത് മീറ്റ്. സ്നേഹലാനല്ലേ? ഹായ് ചേച്ചി, ഹൗ ആർ യു? സുഖാണോ? ഓക്കെ. ഡബിങ് ആർട്ടിസ്റ്റ് അവിടെ നീക്കും, ഇവിടെ കാണാൻ പറ്റും. നിൽക്കുന്നുണ്ടായിരിക്കും. ജാനു, ഇവരോട് എന്തെങ്കിലും പറ, 2 വാക്ക് സംസാരിക്കും. ഞാനിവിടെ അഞ്ജലി ചേച്ചിയുടെ കൂടെ സുഖമായിട്ടാണ് നിൽക്കുന്നത്. കാട്ടിൽ അച്ഛനോടും അമ്മയോടും എനിക്ക് സുഖമാണെന്ന് അറിയിക്കണം. എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല. അഞ്ജലി ചേച്ചി നേരം ചിക്കനും തവളയുമാണ് തരുന്നത്. തവള ഇവളുടെ ഫേവറേറ്റാ. തവളയുമാണ് തരുന്നത്. എല്ലാ തവളയും എനിക്ക് പറയും. ലിപ്സ്റ്റിക്ക് പോയ മുഖം കാണട്ടെ. ഇന്ന് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്തതാരാ? എങ്ങനെ നമ്മൾ പൈസ ചെലവാക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ജയശ്രീ. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നിൽ കോമ്പറ്റീഷനായ അഞ്ജന. ഒന്നും മേടിക്കാതെ ഞാൻ അത് നിങ്ങൾ നാട്ടിൽ പോവാത്തോണ്ടല്ലേ? ഞാനെന്താ മേടിച്ചേ? സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.